യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ പില്ലർ ഡാമേജ് ആയ വണ്ടി എടുക്കരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ പില്ലർ, എന്താണ് പില്ലറിൻ്റെ ഉദ്ദേശം എന്നുള്ള സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു വാഹനത്തിനെ സംബന്ധിച്ച് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളത് 3 പില്ലേഴ്സാണ്, എ ബി സി. അപ്പം പില്ലറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ റൂഫിന് നല്ലൊരു ബലം കൊടുക്കുക. അതായത് ഒരു വണ്ടിയെ സംബന്ധിച്ച് അതിൻ്റെ റൂഫ് ആ വാഹനത്തിൻ്റെ ഒരു 1.5 ഇരട്ടി അല്ലെങ്കിൽ ഒരു 3 ഇരട്ടി വെയിറ്റ് താങ്ങാൻ പറ്റണം. അതിൻ്റെ മുകളിൽ അത്രയും വെയിറ്റ് താങ്ങാൻ പറ്റണം എന്നുള്ളതാണ് വെപ്പ്. അപ്പോൾ ഈ ഒരു പില്ലർ എന്ന് പറയുന്ന സംഭവമാണ് ഇതിന് ശക്തി കൊടുക്കുന്നത്. അതിൻ്റെ അത് മെയിനായിട്ട് ശക്തി കൊടുക്കുന്നതാണ് ബി പില്ലർ. ഇതെന്ന് പറയുന്നതാണ് എ പില്ലർ. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 2 ഡോർ ആയതുകൊണ്ട് തന്നെ ഇതിന് ബി പില്ലറില്ല. ഞാൻ ബി പില്ലർ കാണിച്ചു തരാം. ഇതാണ് എ പില്ലർ, ഇത് ബി പില്ലർ, ഇത് സി പില്ലർ, ഇത് ഡി പില്ലർ. ഈ വാഹനത്തെ സംബന്ധിച്ച് ഇത് സി, ഇത് ബി. ഇതിന് പി ഇല്ല സത്യം പറഞ്ഞാൽ. ഇതൊരു സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഹാർഡ് ടോപ്പ് എന്നൊക്കെ വേണം പറയാം ഈ ഒരു വാഹനത്തിന്. ഇത് പക്ക ഒരു ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. കാര്യം ഇതിന് ബി പില്ലറില്ല, ഇതിന് ഒറ്റയടിക്ക് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ പില്ലേഴ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിന് മൊത്തമായിട്ട് അതിൻ്റെ റൂഫിന് സ്ട്രെങ്ത് കൊടുക്കുക. അതായത് വണ്ടി എങ്ങനെ തട്ടി മറിഞ്ഞ് ഒരു റോൾ ഓവറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊരിക്കലും ഡാമേജ് വരുത്തരുത്. ആ വാഹനം മറിഞ്ഞ് കിടന്നാലും അത് അങ്ങനെ തന്നെ കിടക്കണം. അതായത് അതിൻ്റെ വെയിറ്റ് താങ്ങി അവിടെ കിടക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. ഒരിക്കലും ചതഞ്ഞു പോരുത്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന കാണാം. അതൊക്കെ പിന്നെ അതിൻ്റെ ഒരു ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് വണ്ടി ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട്, അതായത് ഈ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു പോകരുത്. അത് തിരിഞ്ഞു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ റൂഫ് ശക്തമായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ഈ പില്ലേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിങ്ങളുടെ എ പില്ലർ പോയാലും സി പില്ലറിന് പ്രശ്നം വന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ബി പില്ലർ കട്ട് ചെയ്ത് കയറ്റിയൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാനേ പോരുമെന്നുള്ളതാണ് എൻ്റെ സജഷൻ.